അനിമോളോട് ഷാനാസ് എന്നിട്ട് ചോദിക്കുന്നത്, നീ മാത്രം എന്താ ഇങ്ങനെ കാണിക്കുന്നത്? ഞങ്ങൾ ആരെങ്കിലും കൊടുക്കുമ്പോൾ നിനക്ക് കൊടുക്കേണ്ട അത് പറയും, കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറയും, എന്നിട്ട് നീ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത്? നീ ഇപ്പോൾ കൊടുത്തിട്ടില്ല, ഇത്ര പ്രശ്നമായെന്ന് ഷാനവാസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനിമോൾ പറയുന്നത്, നിങ്ങൾക്ക് ആർക്കും അത് ചോദിക്കാനുള്ള യോഗ്യതയില്ലെന്ന്. അതെന്താ നീ യോഗ്യതയില്ലെന്ന് പറയുന്നത്? പിന്നെ ഞങ്ങൾക്ക് എന്താ യോഗ്യതയില്ലെന്ന് പറയാൻ കാരണം എന്താണെന്നൊക്കെ ചോദിക്കുന്നത്. ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കാവുന്നു. നിവിനും ഷാനവാസും ഒക്കെ അനിമോളോട് സംസാരിക്കുന്നുണ്ട്. അനിമോൾ പറയുന്ന ആകെ 10 പേരാണ് ഉള്ളത്, വിശക്കെന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തത്. അത് എനിക്ക് മാത്രം ഉണ്ടാക്കിയതല്ല, ഇവിടെ ഉണർന്നിരുന്നവർക്ക് എല്ലാവർക്കും ഞാൻ കൊടുത്തെന്ന് പറയുന്നത്. ഇന്ന് കിട്ടിയ പാവ ഇവളടുത്ത് ഇവിടെ റൂമിൽ വെച്ചേക്കുന്നത്. അപ്പം നിവിൻ പറയാണ്, അപ്പം ഞാനാണോ കള്ളി, ഇവളാണോ കള്ളി? ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടി ഇവളടുത്ത് ഒളിപ്പിച്ച് വെച്ചേക്കുന്നതെന്ന് പറയുന്നത്. ആ പാവ ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ് നിവിൻ ക്യാപ്റ്റനെയും കൂട്ടി റൂമിലോട്ട് പോവുകയാണ്. അനിമോളുടെ അടുത്ത് നിന്ന് ആ പാവ എടുക്കുന്നത്. സൗമൻ പറയുന്നത്, അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു വെക്കണം, അത് ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടിയാണെന്ന്. അപ്പം നിവിൻ പറയുന്നത്, എന്തിനാണ് അവളത് എടുത്തുകൊണ്ട് വന്നത്? ഇതെന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റൻ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ആ പാവക്കുട്ടിയെ ക്യാപ്റ്റനെ കൊണ്ട് എടുപ്പിക്കുന്നു. സൗമൻ പറയുന്നത്, വാ ഇതെന്തായാലും പ്രോപ്പർട്ടി, ഇതെനിക്ക് കൊടുക്കണമെന്ന് പറയുന്നത്. അനിമോൾ വന്നിട്ട് അത് എടുക്കില്ലെന്ന് പറഞ്ഞ് ഓടി വരുന്നത്. ബിഗ് ബോസ് പറഞ്ഞിട്ടാണ് ഞാൻ എടുത്തതെന്ന് പറഞ്ഞ അനിമോൾ ചെന്നിട്ട് നിവിൻ കൊടുക്കാത്തത് കൊണ്ട് നിവിൻ്റെ കബോർഡാണെന്ന് തോന്നുന്നു. നിവിൻ്റെ കബോർഡ് തുറക്കാനായിട്ട് തുറക്കുന്ന അപ്പോഴത്തേക്ക് നിവിൻ പോയി അനിമോളുടെ ഒരു കിറ്റ് എടുക്കുന്നു. അനിമോൾ അത് എൻ്റെതാണെന്ന് പറഞ്ഞ് നിവിൻ്റെ പുറകെ വരുവാണ്. നിവിൻ അതുമായിട്ട് വെളിയിൽ വരുന്നു. പുറകെ ഇത് കളയെന്ന് പറഞ്ഞ് അനിമോൾ പുറകെ ഓടി വന്നിട്ട്, അത് കളയില്ല, അത് എൻ്റെ സാധനം, ഞാൻ കാശ് കൊടുത്ത് വാങ്ങി, ഞാൻ കഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ് അനിമോൾ സത്യത്തിൽ കരയുന്നുണ്ട്. കരഞ്ഞുകൊണ്ടാണത് പറയുന്നത്. ഞാൻ പൈസ കൊടുത്ത് കഷ്ടപ്പെട്ട് വാങ്ങിയത് അടാന്ന് പറഞ്ഞ് അനിമോൾ കരയുന്നത്, ഞാൻ എറിയോ എന്ന് പറഞ്ഞ് നിവിൻ നിൽക്കുന്നത്. പോടി അടങ്ങടി പോടി എന്ന് പറഞ്ഞിട്ട് എറിയാനായിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. അനിമോൾ ഒരുപാട് ശ്രമിച്ച് വാങ്ങാനാണ്, പക്ഷേ നിവിൻ കൊടുക്കത്തില്ല. പോടി എന്ന് പറയുന്നത്. അവസാനം അനിമോൾ അകത്തോട്ട് കയറി അങ്ങ് പോവുക കരഞ്ഞുകൊണ്ട്. അപ്പോൾ നിവിൻ എറിയാതെ തിരിച്ചു കൊണ്ടുവന്ന് ഷാനവാസിക്കടയിൽ കൊടുക്കുന്നു. ഷാനവാസിക്ക വാങ്ങി അനിമോളുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നു. നിവിൻ അനിമോളോട് പറയുന്നത്, നിനക്കെന്തോന്ന് പ്രത്യേകത, നീ കട്ട് മാറ്റി വയ്ക്കുന്നത്, എന്നിട്ട് ഞാൻ കള്ളനാ, നിന്നെ ഞാൻ കീറി ഒട്ടിക്കും, നോക്കിക്കോ എന്നൊക്കെ പറയുന്നു. പോയിട്ട് കിടന്ന് മോങ്ങടിയെന്ന് പറഞ്ഞിട്ട് നിവിൻ നടന്നു പോന്നു. അതാണ് ലൈവിൽ. അപ്പോഴത്തേക്ക് ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന എല്ലാവരും ലിവിങ് റൂമിൽ വന്നിരിക്കുകയാണെന്ന് പറയുന്നത്. അങ്ങനെ എല്ലാവരും അപ്പോഴത്തേക്ക് തന്നെ അനീഷൊക്കെ നല്ല ഉറക്കമായിരുന്നു. അനീഷ്, ലക്ഷ്മി അവരൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അന്നേരം ഷാനാസ് പറഞ്ഞു, എല്ലാവരും വന്നിരിക്കുക, ബിഗ് ബോസ് പ്രശ്നം സോൾവ് ആക്കാൻ വേണ്ടിയല്ലേ എല്ലാവരും എഴുന്നേക്കെന്ന് പറയുന്നത്. അങ്ങനെ ലക്ഷ്മി എഴുന്നേൽക്കുന്നില്ല, പക്ഷേ അനീഷ് എഴുന്നേറ്റ് വന്ന് ഹാളിൽ വന്നിരിക്കുന്നുണ്ട്. ലക്ഷ്മി നല്ല ഉറക്കമായിരുന്നു. എന്നിട്ട് നിവിൻ അപ്പോൾ പറയുന്നത്, ഞാൻ വരത്തില്ല, ഞാൻ എന്തിനാണ് വരുന്നത്, നിങ്ങൾ പോയിരിക്കുന്നു, അപ്പം പ്രശ്നമുള്ളവരാണ് വരണ്ടേന്ന് പറയുന്നത്. അപ്പം നിവിൻ പറഞ്ഞു, ഞാൻ കുറച്ച് കഴിഞ്ഞേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞ് നിവിൻ വീട്ടിനുള്ളിലോട്ട് പോവുകയാണ്. വീട്ടിനുള്ളിൽ പോയി അവിടെ ഒറ്റയ്ക്ക് മാറിയിരിക്കുന്നു. ആദില എല്ലാവരെയും വിളിക്കുന്നു, വാ ലക്ഷ്മി വായോ, വന്ന് ലിവിങ് റൂമിൽ ഇരിക്കുമെന്ന് പറയുന്നത്. അപ്പം നിവിനും ഷാനവാസും പറയുന്നു, ഉറങ്ങിക്കിടക്കുന്നവരെ വിളിക്കണ്ട, ടാസ്ക് ഒന്നും അല്ലല്ലോ, പ്രശ്നമുള്ളവർ പോയി ഇരിക്കട്ടെന്ന്. അനീഷ് വന്നിരിക്കുന്നു. അനീഷ് ചൂടി പതിച്ച് ബെഡ്ഷീറ്റൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഷാനവാസ് പറയുന്നത്, നമ്മളിനി കുറച്ച് ആൾക്കാരേ ഉള്ളൂ, ഇനിയെങ്കിലും നമ്മൾ വഴക്കിടാതെ ബഹളം ഉണ്ടാക്കാതിരിക്കണം, അടിയും വഴക്കൊന്നും അല്ല, നന്നായിട്ട് പ്രേക്ഷകരെ അവർക്ക് രസകരമായ തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയുന്നത്. ഇവരെ വഴക്കെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഇതിരുന്ന് പറയുന്നത്. എന്നിട്ട് വീണ്ടും അവിടെ ഇരുന്ന് വീണ്ടും നിവിൻ സംസാരിക്കുന്നുണ്ട്. അപ്പം ലക്ഷ്മി മാത്രമേ ഉള്ളൂ വരാൻ, ഞാൻ ലക്ഷ്മി ഉറങ്ങുവാന്ന് പറയുന്നു. ഉറങ്ങുന്നവരെന്തിനാണ് വിളിക്കുന്ന, ടാസ്ക് അല്ലല്ലോ എന്ന് പറയുന്നു. നൂറ പറയുന്ന, വരുന്നവർ വരട്ടെ, ആരെയും നിർബന്ധിക്കേണ്ടെന്ന് പറയുന്നു. അവർ വീണ്ടും പഴയ ഉള്ളി ചോദിച്ചിട്ട് എടുക്കണ്ടെന്ന് പറഞ്ഞ ആൾ പിന്നെ എന്തിനാണ് പോയി എടുക്കുന്നത്? നൂറയും ഷാനവാസും ആദിലയും നിവിനും ഒക്കെ അനിമോളെ അതിൻ്റെ പേര് കുറ്റവും പറഞ്ഞുകൊണ്ടിരിക്കുക. അവരുടെ കൂടെ ചേർന്നിട്ട് ആര്യനും പറയുന്നുണ്ട്, അക്ബറും ആര്യനെയും ഒക്കെ വേണ്ടിയാണ് അനിമോൾ പോയി രാത്രി അത് ഉണ്ടാക്കി കൊടുത്തത്, അതിൻ്റെ പ്രശ്നമാണ്. ബിഗ് ബോസ് പറയുന്ന 10 മിനിറ്റ് ആരും ഇനി സംസാരിക്കില്ലെന്ന്. അപ്പം ഞാൻ അടുത്തൊരു ലൈവുമായിട്ട് വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.